ഇന്ന് പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി വരുന്ന ദിവസമാണ്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിക്കുക. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ എന്നിവരടക്കം 14 പേർ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരുമാക്കിയിരുന്നു. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. പെരിയ കേസിലെ വിധി വരുന്ന ദിവസമാണ്. 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. KV കുഞ്ഞിരാമൻ MLA അടക്കം അതിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തി അതിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ 3 വർഷത്തിൽ കൂടുതൽ തടവ് വരാനുള്ള സാധ്യതയില്ല. ബാക്കിയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആദ്യ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രതികൾക്കെതിരെയും സമാനമായ കുറ്റം, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. അതും തെളിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ 10 പ്രതികൾക്കെതിരെ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ KV കുഞ്ഞിരാമനടക്കം 4 പ്രതികൾ അവർ ഈ മറ്റ് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു, അവരെ ഒളിവിൽ പോകാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ 4 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ 4 പേർക്കെതിരെ സ്വാഭാവികമായും 2 വർഷം തടവായിരിക്കും പരമാവധി ശിക്ഷ ലഭിക്കുക. എന്തായാലും ഈ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കില്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ 10 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഈ കോടതിയെ സമീപിക്കും, ഹയർ കോടതികളെ സമീപിക്കും എന്ന് നേരത്തെ തന്നെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിനെതിരെ കോടതിയെ സമീപിക്കും എന്ന് ഈ പ്രതിഭാഗം അഭിഭാഷകരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 11 മണിക്കാണ് കല്ലൂരിലെ പ്രത്യേക CBI കോടതി ഈ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. CBI കോടതി ജഡ്ജി N ശേഷാദ്രിനാഥനാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. എന്തായാലും ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 20 മാസത്തോളം നീണ്ട വിചാരണക്കൊടുവിലാണ് ഇപ്പോൾ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ആകെ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പേർ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ CBI കോടതി കണ്ടെത്തിയിരിക്കുന്നത്. താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കാത്തിരിക്കാം. 11 മണിയോടുകൂടി CBI പ്രത്യേക കോടതി പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പ്രതികളുടെയും ശിക്ഷ എന്തെന്ന് വിധിക്കും. ജീവപര്യന്തം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊലപാതക കുറ്റം തെളിഞ്ഞവർക്ക് മറ്റുള്ള പ്രതികൾ, അതായത് KV കുഞ്ഞിരാമൻ MLA അടക്കമുള്ളവർ ഈ പ്രതിയെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന നിസാര കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റം അവരുടെ പേരിലില്ല. അതുകൊണ്ട് തന്നെ പരമാവധി 3 വർഷത്തിലധികം ശിക്ഷ കിട്ടാനുള്ള സാധ്യതയും